മധുരം വേണ്ടട്ടോ. അതിനോട് ചെയ്തിട്ട് കുട്ടി കല്യാണം പറഞ്ഞോ? പറഞ്ഞിരുന്നു. ഇങ്ങോട്ട് കണ്ടില്ല പറഞ്ഞു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതൊന്നുമല്ല, ഒരാൾ നോക്കിയിട്ട് കല്യാണം പറഞ്ഞത്. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. അങ്ങനൊന്നുമില്ല. ഉണ്ടെന്ന് അതിന് 10 ഉറുപ്പിക എന്റെ അടുത്ത് ഇല്ല. എന്താ കഥ? അങ്ങനെയൊക്കെ നോക്കി ആരെയും കല്യാണം പറയുമോ? ഇന്ന് അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അല്ല, ഈ വിളിക്കുന്ന കല്യാണത്തിന് പോക്കുണ്ടോ? ഞാൻ അവിടെ നാട്ടിലുള്ള സമയത്തൊക്കെ പോലുണ്ട്. അങ്ങനെയല്ലോ പറഞ്ഞേക്കുന്നത് നാട്ടില്. നാട്ടുകാർക്ക് ഇപ്പൊ എന്ത് വേണമെങ്കിലും പറയാലോ. എന്തേ വന്നില്ലയോ? ആയിക്കോട്ടെ, ശരി. ചെയ്ത് കരി പോയി പറക്കണത്ര. എന്തായിപ്പോ പണ്ടാരഞ്ഞിപ്പോ അതിന് 500 ഉണ്ടാക്കണം. വിളിച്ചില്ലെങ്കിൽ വിളിച്ചില്ല എന്നുള്ള പരാതി. വിളിച്ചാലോ അതിനിപ്പോ 500 കൊടുക്കണം എന്നുള്ള സങ്കടം. പിന്നെ എങ്ങനെ എന്നെ പോലെ ആൾക്കാരോട് കല്യാണം പറയാ? എന്നാൽ നാട്ടുകാർക്ക് ഒരു ഒഴിവാക്കുന്ന സ്വഭാവം ഉണ്ട്. അതിപ്പോ ഏതായാലും ഇപ്പൊ 500 ഉണ്ടാക്കി കല്യാണത്തിന് മുന്നേ വിളിക്കോണ്ടി. വിളിക്കും. എന്നിട്ട് വേണം ഞാനും കൂടി നാറാന്. ഇത്ര നേരമായത് കല്യാണത്തിന് വിളിച്ചാൽ നമ്മൾ മൈൻഡ് ചെയ്യണം. ആ തിരക്ക് നമുക്ക് 100 തിരക്കുണ്ട്. അന്ന് എത്തിയിട്ട് നമ്മൾ ക്ഷണിക്കാവുന്നൊന്നല്ലോ. കുട്ടിയെ ഇത്ര നേരമായിരിക്കണ്, കൊണ്ടുവാ. പിന്നെ വെറുതെ ഒന്നല്ലോ കൊടുത്തിട്ടല്ലേ. അത് പറ്റും. അതല്ല ഒരു സുഖമല്ല. പണ്ട് നമ്മളെ അളിയനെ നാട്ടില് പെണ്ണിട്ടു വല്ല തിന്നുമ്പോ മിണ്ടാൻ പാടില്ല. എന്താണ് അതിന് തിന്നാൻ പറ്റില്ലടോ. ചിക്കൻ കഴിച്ചങ്ങള് ഉള്ളും തിരില്ല. വയല് എല്ല് മാത്രമല്ലല്ലോ, ഉള്ളു വന്നില്ലെങ്കിലും. ഉദ്ദേശം വേണ്ടായില്ല. ഒരു വേഗൂർവില്ലേ? ഉള്ളു വെട്ടിയല്ലോ. നിങ്ങൾ കഴിക്കിട്ടോ. അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം തന്നിട്ട് പോവാ. ഒരു ഐസ്ക്രീം കൊണ്ട. ഇനിയിപ്പോ ഐസ്ക്രീം അളിയ ഐസ്ക്രീം കൊണ്ട് തണുപ്പില്ലാന്ന് മൂപ്പര് പറയും. സത്യം. 500 ഉറുപ്പിക കൊടുക്കേണ്ടി ഇനി ഞാൻ കൊടുക്കില്ല. ഉദ്ദേശമാര് ഫുഡും ആയില്ല, കൊടുക്കാൻ ഉദ്ദേശം കൊടുക്കണില്ല. ഒരു പെൺകുട്ടിനെ കെട്ടിക്കണല്ലേ നിർത്തിയിട്ട് ഫുഡ് വന്നാണ്ടെങ്കിൽ ഒന്നാച്ച് 1000 ഫുഡ് എന്തെങ്കിലും ഒരു 10 പൈസ കൊടുക്കാൻ പറ്റുക. ഓരോരോ മനുഷ്യന്മാര്.